സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. ഞാൻ ഭയങ്കര എങ്കിലും നന്നായിട്ട് ഒരു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയുള്ളത്. കുഴപ്പമില്ല, ഒരു വ്യത്യസ്തമുള്ളൊരു പടമായിട്ട് എന്ന് വെച്ചാലേ ഒരു ഇൻട്രോയിലൊക്കെ ഒരു നമുക്കൊരു പ്രിഡിക്റ്റബിൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം തന്നെയാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ ഋത്വിക് ജോസഫിൻ്റെ ഒരു അവസാനത്തെ ക്ലൈമാക്സ് സീനുണ്ടല്ലോ, അത് പുള്ളിയുടെ സ്റ്റൈലിൽ തന്നെ പുള്ളി തീർത്തു. ഒരു ക്രൈം മൂവി, ഋത്വിക് ജോസഫ് സ്റ്റൈൽ ക്രൈം മൂവി കേട്ടോ, കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. ത്രില്ലറാണോ? അത്യാവശ്യം നല്ല പടം. പൂമനേക്കാളൊക്കെ ഏതാ ആ ഒരു റേഞ്ചിൽ നല്ല കണ്ടിരിക്കാൻ പറ്റും. ഫുൾ ത്രില്ലർ. അതെ, നല്ല പടം. ആസിഫ് അലി ത്രില്ലറാണോ? കുഴപ്പമില്ല, സസ്പെൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൃശ്യത്തിന്റെ ഒക്കെ ലെവലിൽ എത്തിയിട്ടുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ എങ്കിലും കൊള്ളാം, നല്ല പടം. ഫിലിമാണ്. ആസിഫ് അലി ആസിഫിൻ്റെ കൊള്ളാം. ഒരു ഋത്വിക് ജോസഫ് സിനിമ എന്നുള്ള രീതിക്ക് ഭയങ്കര ത്രില്ലറാണോ? ഭയങ്കര ത്രില്ലറല്ല, എങ്കിലും നന്നായിട്ട് ഒരു സെക്കൻഡ് ഹാഫ് ഒരു അരമണിക്കൂർ കലക്കനാണ്. സൂപ്പറായിട്ടുണ്ട്. ലോഡ് ട്വിസ്റ്റാണ്, പൊളിയാണ് സിനിമ. ഓക്കെ, ഫുൾ ത്രില്ലറാണോ? ഋത്വിക് ജോസഫ് സിനിമ എന്നുള്ള രീതിക്ക് എങ്ങനെ ഋത്വിക് ജോസഫ് സിനിമ എന്നുള്ള രീതിക്ക് രക്ഷയില്ല, ഫുൾ നല്ല ട്വിസ്റ്റാണ്, ഇതുവരെ കാണാത്തൊരു ത്രില്ലറാണ്. അടിപൊളി. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ, ഒരു രക്ഷയില്ല, വൈബ്. ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ത്രില്ലറാണോ? അതെ അതെ അതെ, മസ്റ്റ് വാച്ചിങ് മൂവിയാണ്. ആസിഫ് അലി പ്രകടനമൊക്കെ എങ്ങനെയുണ്ട്? രക്ഷയില്ല, കൊള്ളാം. ഇതുവരെ കാണാത്തൊരു ആസിഫ് അലിനെയാണ് കാണുന്നത്. അതെ അതെ അതെ. സോമാണ് ഫസ്റ്റ് തന്നെ ഇതാക്കി പറയണല്ല. നമ്മൾ ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു മൂവി നമ്മൾ ത്രില്ലർ പ്രതീക്ഷയാണ് നമ്മൾ വന്നത്. പക്ഷെ പടം എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല, ഒട്ടും മീറ്റ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആർട്ടിസ്റ്റ് എല്ലാവരും പെർഫോം ചെയ്തെങ്കിൽ പോലും ഈ സ്ക്രിപ്റ്റ് വീക്കാണ്. സ്റ്റോറി ഈ പറഞ്ഞ ടിസ്റ്റോട് ടിസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, പിടിച്ചിരുത്താനൊരു പരിപാടിയൊന്നും പോരാ. പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതാണ്. എന്താ പറയണ്ടത് അറിയില്ല. നോർമൽ ത്രില്ലർ ഫസ്റ്റ് ഹാഫ് അങ്ങ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മളൊരു ലാസ്റ്റത്തെ ഒരു 20-25 മിനിറ്റ്സിലാണ് പടം കയറി പോണത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണതിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ട് പടം. അത് പടം കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി പോകും. ആസിഫ് അലി, അപർണ രണ്ടുപേരും തകർത്തിട്ടുണ്ട്. ഒരു 50 crore പടം സ്റ്റാർട്ടിംഗ് ആണ്. 50 കോടി നമുക്ക് എണ്ണി തുറന്ന പടം. അതുപോലെ തന്നെ ലോകയ്ക്ക് ശേഷം നല്ലൊരു ഫീമെയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സാധനങ്ങളുണ്ട് പടത്തിൽ. ഓക്കെ, നല്ല